ഒരു കാട്ടിൽ രണ്ട് സുഹൃത്തുക്കളായ ഹണ്ടേഴ്സ്, വേട്ടക്കാർ വേട്ടയ്ക്ക് പോയ സമയത്ത് അതിലൊരാൾക്ക് ഒരു അപകടം സംഭവിച്ചു. മറ്റേയാൾ എന്തോ വിധത്തിൽ എമർജൻസി നമ്പറിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മറ്റേ അടുത്ത് നിന്ന് എമർജൻസി സർവീസിലുള്ള ആൾ പറഞ്ഞു, ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പിക്കുകയാണ്. പെട്ടെന്ന് മറുവശത്തു നിന്നും ഒരു വെടി ശബ്ദം. എന്നിട്ട് ആ കക്ഷി തുടർന്നു, ശരി, ഉറപ്പിച്ചു, ഇനി? ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ണിയസ്റ്റ് എന്ന് റേറ്റ് ചെയ്യപ്പെട്ട ഒരു ജോക്ക് ആണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഇത് ഒരുപക്ഷെ നമുക്ക് തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തമാശയാണ്. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ചിരിയെക്കുറിച്ചാണ്. എന്താണ് ചിരി? നമ്മളിപ്പോൾ തമാശ പറഞ്ഞു. തമാശയോടുള്ള നമ്മുടെ ആദ്യത്തെ നാച്ചുറൽ റെസ്പോൺസാണ് ലാഫ്റ്റർ അല്ലെങ്കിൽ ചിരി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വളരെ യൂണിവേഴ്സലായിട്ടുള്ള ഒരു പെരുമാറ്റം, ഒരു ബിഹേവിയറാണ് ചിരി. മനുഷ്യർ മാത്രമല്ല, നമുക്കറിയാവുന്നത് മറ്റു ജീവികളിലും ചിരിക്ക് തുല്യമായിട്ടുള്ള ബിഹേവിയർ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ എലികളെ ഇക്ലിയാക്കിയാൽ അവ ചിരിക്കുന്നതിന് സമാനമായ ഒരു ചിർപ്പിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ചിമ്പാൻസികളും അവരെ ടിക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ചിരിയുടെ സമാനമായിട്ടുള്ള ശബ്ദങ്ങൾ അവരുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടിക്കിളിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതേ ചാനൽ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചിരിയുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണത്. എന്താണ് ഈ ചിരി എന്ന് പറയുന്ന പ്രത്യേകത? അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മുഖത്തെ 15ഓളം പേശികൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള 15ഓളം വ്യത്യസ്ത പേശികൾ നമ്മൾ ചിരിക്കുമ്പോൾ ഇൻവോൾവ് ആണ്. അതുപോലെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ റെഗുലർ ബ്രീത്തിങ്ങിനെ നമ്മുടെ മസ്തിഷ്കം തടയുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്ന താളം മാറും, ഒരു ഇറഗുലർ പാറ്റേണിലേക്ക് മാറും. അതുപോലെ ചില സമയത്ത് ചിരി നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികളെയും കണ്ണുനീർ ഡക്റ്റുകളെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ചിരിച്ചിരിച്ച് നമ്മൾ കരയും, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഇൻറ്റൻസ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. കൗതുകരമായിട്ട് മറ്റൊരു കാര്യം, 1998 ഒരു സർജറിക്കിടെ ഒരു സംഘം സർജൻസ് നിരീക്ഷിച്ചൊരു കാര്യം, ഒരു സ്ത്രീയുടെ മസ്തിഷ്കത്തിൽ ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭാഗം, ഒരു പ്രത്യേക സ്പോട്ട് അവർ ശ്രദ്ധിച്ചു. മസ്തിഷ്കത്തിലെ ലെഫ്റ്റ് സുപ്പീരിയർ ഫ്രണ്ടൽ ഗൈറസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അവിടുത്തെ ഒരു ബിന്ദുവിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പോൾ ഈ പേഷ്യൻ്റ് അൺകൺട്രോളബിളായിട്ട്, നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് തമാശ ഉണ്ടാക്കുന്നതോ എന്തെങ്കിലും രീതിയിൽ ഫണ്ണി എന്ന് പറയാവുന്നതായിട്ടുള്ള ഒരു ഇൻപുട്ടും കിട്ടാതെ തന്നെ ആ സ്ത്രീ അൺകൺട്രോളബിളായിട്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നീടുള്ള ഗവേഷണങ്ങൾ പറയുന്നത് മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾക്ക് ഇതുപോലെ നമുക്ക് നേരിട്ട് ലാഫ്റ്ററുമായിട്ട് ബന്ധമുണ്ട്. നമ്മളതിനെ ലാഫ്റ്റർ ബട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ഓമനിച്ച് വിളിക്കാം. ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മസ്തിഷ്കത്തിന് ലീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉള്ള ആളുകൾക്ക് ഈ ചിരിയുടെ റെസ്പോൺസ് അബ്നോർമലാകും എന്ന് പഠനങ്ങളുണ്ട്. ഒരുപക്ഷെ അടുത്തിറങ്ങിയ ജോക്കർ എന്ന് പറയുന്ന സിനിമയിൽ ആ ജോക്കർ ആയിട്ട് വരുന്ന ക്യാരക്ടറിന് ഇങ്ങനൊരു പ്രത്യേകത, അയാൾ ചിരിക്കുന്നത് നോർമലി ഒരാൾ ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ചിരി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിഹേവിയറാണ്. അത് മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. നോർമലി നമുക്ക് ചിരി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതുപോലെ ഇക്കിളിപ്പെടുത്തുമ്പോഴോ തമാശ കേൾക്കുമ്പോഴോ ഒക്കെ ആകാം എന്നേ ഉള്ളൂ. രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണമുള്ളത്, ഈ ചിരിക്ക് ഒരു സോഷ്യൽ റെഫറൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നതിനേക്കാൾ 30 മടങ്ങ് സാധ്യത കൂടുതലാണ് നമ്മളൊരു കമ്പനിയിൽ ചിരിക്കാൻ. അതായത് നമുക്ക് ചുറ്റും നമുക്ക് സുഹൃത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോഴാണ് നമ്മൾ ചിരിക്കാനുള്ള സാധ്യത കൂടുതൽ. അത് വെറും കൂടുതൽ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ഒറ്റയ്ക്ക് ചിരിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ 30 മടങ്ങ് സാധ്യത കൂടുതലാണ് നമ്മളൊരു ഗ്രൂപ്പിലിരുന്ന് ചിരിക്കാൻ. അതുപോലെ ഒരു ഗ്രൂപ്പിൽ നമ്മളുടെ സംസാരം കൊണ്ട് നമ്മളൊരാളെ ചിരിപ്പിക്കുമ്പോൾ ഈ സ്പീക്കർ, ഈ സംസാരിക്കുന്ന ആൾ ഈ കേട്ടിരിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ ചിരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് സോഷ്യൽ സെറ്റിങ്സിൽ ഇത് കൂടുതലാണ്. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ
കൂടുതൽ അളവിൽ ചിരിക്കുന്നുണ്ട് എന്നും പഠനങ്ങൾ കാണുന്നുണ്ട്. ചിരി പൊതുവിൽ ഒരു നമുക്കൊരു സോഷ്യൽ സിഗ്നലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ലിയാണ്, ഒരു സേഫ്റ്റിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിരിയിലൂടെ. വേറൊരാൾ നമ്മളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതാണ്, ദിസ് പേഴ്സൺ ഈസ് സേഫ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ദുഷ്ടലാക്ക് ഉള്ളിൽ പ്രവർത്തിച്ചേക്കാം, പക്ഷേ നമ്മുടെ പ്രൈമറി നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഫ്രണ്ട്ലി സിഗ്നൽ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ദുഷ്ടലാക്കോട് കൂടിയോ എന്തെങ്കിലും ഒരു അൾട്ടീരിയർ മോട്ടീവോട് കൂടിയോ വരുമ്പോൾ അയാൾ ആ മോട്ടീവിനെ മറയ്ക്കാൻ വേണ്ടി ചിരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ചിരി ഒരു സേഫ്റ്റി സിഗ്നലാണ് നമുക്ക് മുമ്പോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ റോൾ എപ്പോഴും ഈ ചിരിക്ക് നിർവഹിക്കാനുണ്ട്. നമ്മൾ ചിരി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം തമാശകൾക്കാണ്, അല്ലെങ്കിൽ ജോക്സ്, ഹ്യൂമർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ തമാശയോട് ഈ ചിരിയിലൂടെ പ്രതികരിക്കുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഈ തമാശയോട് ചിരി ഉണ്ടാക്കുന്നതിൽ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു തമാശ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ലെഫ്റ്റ് കോർട്ടക്സ് ആണ് ഈ തമാശ ആദ്യം ഡീകോഡ് ചെയ്യുന്നത്. ഡീകോഡ് ചെയ്യാന്നോട് ഉദ്ദേശിക്കുന്നത് സംഗതി എന്താണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ടൽ ലോബാണ് അതിൻ്റെ റെലവൻസ് തീരുമാനിക്കുന്നത്, അതായത് ഇത് എത്രത്തോളം പ്രസക്തമായ ഒരു കാര്യമാണെന്ന് തീരുമാനിക്കുന്നത്. അതേസമയം നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയറിലുള്ള ഭാഗങ്ങളാണ് ഈ തമാശയാണ് എന്നതിനെ മനസ്സിലാക്കി ചിരി ഉണ്ടാക്കിക്കുന്നത്. ഇനി ഇതിനകത്ത് മസ്തിഷ്കത്തിലെ മോട്ടോർ കോർട്ടക്സ് കൂടി ഇൻവോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചലനങ്ങൾ കൂടി, നമ്മൾ ചിരിച്ച് മറിയുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചലനങ്ങൾ കൊണ്ടുകൂടി ഈ ആ തമാശയോട് നമ്മൾ ചിരിയിലൂടെ പ്രതികരിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഒരു തമാശയോട് നമ്മൾ ചിരിക്കുമ്പോൾ തമാശ ഡീകോഡ് ചെയ്യണം, അതിൻ്റെ റെലവൻസ് മനസ്സിലാക്കണം, അതിനോട് ചിരി ഉണ്ടാക്കണം. അതിൽ ചിലപ്പോൾ ഓപ്ഷണലാണ് ഈ മോട്ടോർ കോർട്ടക്സിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. മോട്ടോർ കോർട്ടക്സ് കൂടി ഇടപെട്ടാലാണ് നമ്മൾ ഈ ശരീരം കൊണ്ടുകൂടി ചിരിച്ച് നമ്മൾ എന്താണ് ബെസ്റ്റ് ഔട്ട് വിത്ത് ലാഫ്റ്റർ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ തമാശയ്ക്ക് ഈ ഒരു ക്രിട്ടിക്കൽ റോളുണ്ട് നമ്മൾ ചിരി ഉണ്ടാക്കുന്നതിൽ. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണം. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെ തമാശയാക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് മേക്സ് സംതിങ് ഫണ്ണി? ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. കാരണം പല സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ ഫണ്ണിയായിട്ട് കാണാറുണ്ട്. ഇതിൽ പറയുന്ന പല സവിശേഷതകളും ഒരല്പം കൂടിയാലോ കുറഞ്ഞാലോ ഇത് തമാശ അല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ വാട്ട് മേക്സ് തിങ്സ് ഫണ്ണി, ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. അതിൽ നമ്മൾ തിയറികളെന്നാണ് വിളിക്കാറ്. അതിലൊന്ന് ഇൻകോൺഗ്രുവിറ്റി തിയറി എന്നാണ്. അതായത് നമുക്കെല്ലാം സർപ്രൈസ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യത്തിൽ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് ചിരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ഇൻകോൺഗ്രുവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിളുകൾ എന്ന് പറയുന്നത് നമ്മൾ വേർഡ് പ്ലേയിലൂടെ കോമഡി ഉണ്ടാക്കുമ്പോഴാണ് അതിനകത്ത് ഈ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്തിടെ ഒരു വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു TV ചാനലിൽ വന്നൊരു കോമഡി സ്കിറ്റുണ്ട്, ഗോപൻ കുണ്ട എന്ന് പറയുമ്പോൾ ഈ ഗോപൻ ഗുണ്ട എന്നൊരാൾ പറയുമ്പോൾ മറ്റേ ആൾ അതിനെ ഗോതമ്പുണ്ട എന്ന് കേട്ടതിന് ശേഷം ഈ ഗോതമ്പുണ്ട എന്ന് കേട്ടതിനോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനൂടെ അത് തമാശ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രേക്ഷകൻ ഗോപൻ ഗുണ്ട എന്ന് കേട്ടു, മറ്റേയാൾ ഗോപൻ ഗുണ്ട എന്നതിനോട് പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അയാൾ പ്രതികരിക്കുന്നത് ഗോതമ്പുണ്ടയോടാണ്. അപ്പോൾ അതൊരു വേർഡ് പ്ലേ ആണ്. അപ്പോൾ ഇങ്ങനെ വേർഡ് പ്ലേയിലൂടെ നമുക്ക് ഒരുപാട് തമാശകൾ നമ്മൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഇൻകോൺഗ്രുവിറ്റി, അല്ലെങ്കിൽ നമ്മളവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റാണ് ആസ്വദിക്കുന്നത്. പക്ഷേ എല്ലാ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും സർപ്രൈസുകളും നമ്മളിങ്ങനെ തമാശയായിട്ട് ആസ്വദിക്കില്ല. ഇപ്പോൾ വളരെ പെട്ടെന്നൊരു പട്ടി നമ്മുടെ നേരെ കുരച്ച് ചാടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്, പക്ഷേ അത് നമ്മളെ പേടിപ്പിക്കാനാണ് പോകുന്നത്. അതാണ് പറഞ്ഞത്, ഇതിൽ നമ്മൾ തമാശ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്ന പല കാര്യങ്ങളും അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തമാശ അല്ലാതായി മാറുകയും ചെയ്യും. അതിനൊരു പ്രത്യേക ഡോസേജ് ഉണ്ട്. ഇനി മറ്റൊന്നുള്ളത് സുപ്പീരിയോറിറ്റി തിയറിയാണ്. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സുപ്പീരിയോറിറ്റി കിട്ടുന്നതായിട്ട് തോന്നുന്നു. അതായത് ഒരു ഹാംലെസ് സുപ്പീരിയോറിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തമാശ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഒരാൾ പഴത്തൊലിൽ ചവിട്ടി തെന്നി വീഴുന്നു, അയാൾ കാര്യമായ പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ചിരിയാണ്. എന്താണ്? ഞാനല്ലല്ലോ ആ വീണത്, അപ്പോൾ എനിക്ക് അതിനകത്തൊരു അറിയാതൊരു സുപ്പീരിയോറിറ്റി കൈവരുന്നു. ഇനി ഇന്നത്തെ പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡ് പരിശോധിച്ച് നോക്കൂ. വിഡ്ഢിത്തം പറയുന്ന, കോമാളിത്തരം കാണിക്കുന്ന ആളുകളെ നമ്മൾ ആസ്വദിക്കുന്നു. ഒരുപാട് പേര് അവർക്ക് ഫാൻസ് എന്ന രീതിയിൽ അവരെ കൊണ്ടു നടക്കുന്നു. അവരോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാം. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾക്ക് അവരവർ സുപ്പീരിയോറിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ജോക്ക് കണ്ടെത്തുന്നു.
അതൊരു ഹാംലെസ് ജോക്കാണെന്ന് നമുക്ക് തോന്നുന്നു, നമുക്കൊരു സുപ്പീരിയോറിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് തമാശ കണ്ടെത്തി നമ്മൾ ചിരി കൊണ്ട് അതിനോട് പ്രതികരിക്കണം. അപ്പോൾ അതാണ് സുപ്പീരിയോറിറ്റി തിയറി. ഇനിയൊന്നുള്ളത് ബിനൈൻ വയലേഷൻ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏതെങ്കിലും ഒരു നോൺ റൂൾ അല്ലെങ്കിൽ ഒരു നോം, സാമൂഹികമായിട്ടുള്ള റൂൾ ആകാം, അങ്ങനെ എന്തെങ്കിലും ആകാം, അത്തരൊരു നോംസ് വയലേറ്റ് ചെയ്യപ്പെടുന്നു, അതും ഒരു ഹാംലെസ് ആയിട്ടുള്ള വഴി, വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ചട്ടം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ബിനൈൻ വയലേഷൻ എന്ന് പറയുന്നത്. നമ്മളവിടെ ഒരു വയലേഷൻ ഉണ്ട്, പക്ഷേ അതൊരു ബിനൈനാണ്, ദുഷ്ടലാക്കോട് കൂടിയുള്ളത് അല്ലാത്തൊരു വയലേഷൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കേക്ക് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതും തെന്നി വീഴുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ചില റൂൾസ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടാകും. അപ്പോൾ കേക്ക് എടുത്ത് എറിയാന്ന് പറഞ്ഞാൽ കേക്ക് കഴിക്കാനുള്ളതാണ്, എറിയാനുള്ളതല്ല നമുക്കറിയാം. പക്ഷേ എറിഞ്ഞതുകൊണ്ട് അങ്ങനെ കാര്യമായ അപകടങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല, ചാണകക്കുഴിയിൽ വീഴുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്കറിയാം. ഇത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ അത് സംഭവിക്കുന്നു. അതിനകത്തൊരു ബിനൈൻ വയലേഷൻ അടങ്ങിയിട്ടുണ്ട്, നമ്മൾ അതിൽ ഫൺ കണ്ടെത്തുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ബിനൈൻ വയലേഷനിലെ വയലേഷൻ ഒരുപാട് താഴെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ബോറടിയും, ഒരുപാട് മുകളിലായി പോയി കഴിഞ്ഞാൽ നമുക്കത് ക്രൂവലാണെന്ന് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നോട്ട് ടു സില്ലി, നോട്ട് ടു എക്സ്ട്രീം, ഈ ഒരു ലെവലിലുള്ള വയലേഷൻസിനാണ് നമ്മൾ പലപ്പോഴും തമാശ എന്ന രീതിയിൽ നമ്മൾ ആസ്വദിക്കുകയും ചിരി എന്ന് പറയുന്ന ബിഹേവിയർ കൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇനി ചിലയിടങ്ങളിൽ തമാശയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിലീഫ് തിയറി നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വികാരങ്ങളെ പുറത്തേക്ക് പെൻറ്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള, അല്ല അതുവഴി റിലീഫ് കിട്ടുന്നതിനുള്ളൊരു മാർഗ്ഗമായിട്ട്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളുടെ മൊബൈൽ ഫോൺ ഒരു ഫണ്ണി റിംഗ് ടോണിൽ അത് റിങ് ചെയ്യുന്നു എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിരി വരും. ഇപ്പോൾ നിങ്ങളൊരു ക്രിമേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ഫോണിൽ നിന്നും ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ എന്നൊരു പാട്ട് കേൾക്കുന്നു എന്ന് വിചാരിച്ചുള്ളൂ. ഇതൊരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതൊരു ഗ്രേവ് സിറ്റുവേഷനാണ്, നമുക്കറിയാം, അതിനകത്തൊരു ടാബു ഒക്കെ ഉള്ള പല സിറ്റുവേഷൻസും ഉണ്ട്, നമ്മൾ മരണം വിളിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഹാംലെസ് ആയിട്ടുള്ളൊരു രീതിയിൽ അതവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ ആ വികാരങ്ങളെ വെൻ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു. അതിനാണ് നമ്മൾ റിലീഫ് തിയറി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഈ കാര്യങ്ങളെ തമാശയായിട്ട് കാണുന്നതിന് പിന്നിൽ ഒരു ഇവല്യൂഷണറി തിയറി കൂടി നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യൽ ആനിമൽ, സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ സോഷ്യൽ ബോണ്ടുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ളൊരു മാർഗ്ഗമായിട്ട് നമ്മൾ ലാഫ്റ്ററിനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇതേ ചാനൽ മുമ്പൊരിക്കൽ ഇക്ലിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇക്ലിയിൽ ഒരു സർപ്രൈസൊക്കെ ആസ്വദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനോട് ചിരിച്ച് പ്രതികരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു സർപ്രൈസ് ഉണ്ട്, പക്ഷേ അത് സേഫ്റ്റി കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരം സേഫ്റ്റി ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനൊരു സോഷ്യൽ ബോണ്ട് ബലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പർപ്പസ് കൂടി നമുക്കുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഈ പ്രിറ്റൻഡ് ഫൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഈ കളിക്ക് ഗുസ്തി കൂടില്ലേ, അപ്പോൾ അവരതിനകത്ത് അത് പറയുമ്പോൾ അതൊരു ഫൈറ്റാണ്, പക്ഷേ അത് പ്രിറ്റൻഡ് ഫൈറ്റാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരത് ആസ്വദിക്കുകയും നമ്മളും അതിനോട് ആസ്വദിക്കുകയും നമ്മൾ ചിരി കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു സോഷ്യൽ ബോണ്ട് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇവല്യൂഷണറി പർപ്പസ് കൂടി ഈ ചിരിയും കാര്യങ്ങളെ തമാശയായിട്ട് കാണാനുള്ള കഴിവും നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഇവല്യൂഷണറി തിയറി എന്ന് പൊതുവിൽ ചിരിയെ സംബന്ധിച്ച് പറയാറ്. ഇനി ഈ ചിരി എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ഒരു റെസ്പോൺസ് മാത്രമായിട്ട് നമ്മൾ എഴുതി തള്ളണ്ട. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ റിലീസാവുന്നുണ്ട്. ഈ എൻഡോർഫിനുകളെ പൊതുവെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു സുഖം, നമുക്കൊരു സുഖം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാക്കാൻ ഈ എൻഡോർഫിനുകൾക്ക് സഹായിക്കും. അതുപോലെ നമ്മുടെ സ്ട്രെസ്സ് താഴേക്ക് വരുന്നതും, ഈവൻ നമ്മൾ സ്ഥിരം ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻസിൽ ഉണ്ടാകാവുന്ന ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥ പോലും കുറേയൊക്കെ കുറയാനുള്ളൊരു സാഹചര്യങ്ങൾ കൂടി ഈ ചിരിയിലൂടെ വരുന്നുണ്ട് എന്ന് ചില പഠനങ്ങളുണ്ട്. അപ്പോൾ അതായത് ചിരിയെ നമ്മളങ്ങനെ എഴുതി തള്ളണ്ട, അതിന് കുറേ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. അപ്പോൾ തമാശയും ചിരിയും നമ്മളെല്ലാവരും ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും ആസ്വദിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഇതുമായിട്ട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇന്ന് തമാശകളെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും ഉയർത്തുന്ന ഒരു വാക്കുണ്ട്, അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, രാഷ്ട്രീയ ശരി എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ചില ആളുകളെങ്കിലും ഇൻ്റർവ്യൂവിലൊക്കെ ചില നടന്മാരൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കാം, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഉള്ള സംസാരം വന്നതോടുകൂടി ഇന്ന് നല്ല തമാശകൾ പറയാനുള്ള സാഹചര്യമില്ല, തമാശകൾ നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് തമാശകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എന്തോ ഒരു സംഗതിയായിട്ടാണ് പൊതുവിൽ ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നതുകൂടി നമ്മളിവിടെ ചേർത്ത് വെക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തമാശകൾ ഹാംലെസ് ആയിട്ട് ഉള്ള ചില സിഗ്നലുകളാണ് നൽകുന്നത്. അത് നമ്മൾ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പല രീതിയിലുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടാകാം.
പക്ഷേ നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതോ പറയുന്നതോ ആയിട്ടുള്ളൊരു കാര്യം എല്ലാവർക്കും തമാശയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. ഈ എല്ലാവരും ഒരേ കാര്യത്തെ ഒരുപോലെ തമാശയായിട്ട് കാണണമെന്നില്ല. അതിന് ഈവൻ സംസ്കാരങ്ങൾക്കനുസരിച്ച് പോലും വ്യത്യാസം ഉണ്ടാകും. ബ്രിട്ടീഷുകാർ തമാശയായിട്ട് കാണുന്ന ഒരു കാര്യം ആയിരിക്കില്ല ജർമ്മൻകാർ കൂടുതൽ തമാശയായിട്ട് കാണുന്നത്. അങ്ങനെ പഠനങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം ഫണ്ണിയസ്റ്റ് ജോക്ക് എന്ന രീതിയിൽ അവതരിപ്പിച്ച ആ തമാശ എല്ലാവർക്കും തമാശയായിട്ട് തോന്നണമെന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, മറ്റൊരുപാട് സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നാണ് ഏതിനെയാണ് കൂടുതൽ ഫണ്ണി ആയിട്ട് നമ്മൾ കാണുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തമാശ പറയുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന, അത് കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും അത് തമാശയായി തന്നെ തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ആരെങ്കിലും വിഷമിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വേറൊരാളുടെ വിഷമത്തെ നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ല. അതൊരു ന്യായമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് പല തമാശകളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഒരാളുടെ ശാരീരിക സവിശേഷതകളെ കുറിച്ചിട്ട് പറഞ്ഞ് അയാളെ തമാശയാക്കുന്നു എന്ന് വിചാരിച്ചോളൂ, കളിയാക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അയാളുടെ നിറമാകാം, അയാളുടെ ശരീരത്തിൻ്റെ വലിപ്പമാകാം, ഉയരമാകാം, വണ്ണമാകാം, അങ്ങനെ എന്തുമാകാം. ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം അയാൾ ജനിച്ച സമുദായത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ ഒരാളെ അതിനെ ഒരു തമാശയായിട്ട് അവതരിപ്പിക്കുമ്പോൾ കുറച്ച് പേർക്ക് തമാശയായിട്ട് തോന്നി ചിരിക്കാൻ കഴിഞ്ഞാലും ഇതിൻ്റെ ഇരയാക്കപ്പെടുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് അത് ചിരിക്കാനോ തമാശയായിട്ട് കാണാനോ കഴിയില്ല. അദ്ദേഹത്തെ അത് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു മോറൽ സെൻസിൻ്റെ, നമ്മുടെ ഒരു നീതിബോധത്തിൻ്റെയോ ഒക്കെ നൈതിക ബോധത്തിൻ്റെയോ ഒക്കെ ഒരു ഫലമായിട്ട് ഉണ്ടാകേണ്ട തോട്ടാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ് ചിരിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്നതാണോ, ചിലരെങ്കിലും അത് വിഷമിപ്പിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും അത് വിഷമം ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ ശരി. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയുന്നതും ആസ്വദിക്കുന്ന ഒരു കാര്യം വേറെ ആൾക്ക് തമാശയായിട്ട് തോന്നില്ല, അവരത് വിഷമിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത് എന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇവിടെ തമാശകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ തമാശയായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള തമാശകൾ. അത് കുറച്ച് പേർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ടത്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തമാശകൾക്കെതിരല്ല, എല്ലാവർക്കും ഒരുപോലെ ചിരിക്കാൻ കഴിയുന്ന തമാശകൾക്ക് വേണ്ടിയാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി വാദിക്കേണ്ടത്. അപ്പോൾ ചിരിയെയും തമാശയെയും കുറിച്ചുള്ള ചർച്ച നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം.